അവർക്ക് തണലായിരുന്ന അവരുടെ നാട് ഒരു കുടുംബത്തെ പോലെ ചിരിച്ചും കളിച്ചും പിണങ്ങിയും പതിവ് പോലെ ഉറങ്ങാൻ വീടണഞ്ഞവർ, വലിയ പ്രതീക്ഷയോടെ അതിലേറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി പുലരാൻ കിടന്നവർ. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയുടെ പരപരപ്പിലും അവർക്കറിയില്ലായിരുന്നു വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ ആഴവും ശക്തിയും. രാവേറെ വൈകും മുമ്പ് തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഉദരത്തിൽ ഉരുണ്ടുകൂടുന്ന ഉരുളിന്റെ ആദ്യ സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം ആനകൾ നേരത്തെ മലയിറങ്ങിപ്പോയത്. തോരാത്ത മഴയിൽ കുന്നിൻ മുകളിലെ നനഞ്ഞു കുതിർന്ന മണ്ണും കല്ലും താഴേക്ക് ഉതിർന്നു. കൺമുന്നിൽ ഒറ്റവരും ഉടയവരും പതിയെ മണ്ണിനടിയിലേക്ക് മൺമറഞ്ഞുപോയി. കയ്യിൽ നിന്നും വഴുതി ഒഴുക്കിൽപ്പെട്ട് മലയടിവാരത്തിലേക്ക് കുത്തി ഒലിച്ചു പോകുമ്പോൾ വാവിട്ട് കരയാൻ പോലും കഴിയാതെ നിന്നുപോയ മനുഷ്യർ, നേരം പുലർന്നപ്പോൾ ഞങ്ങളുടെ നാട് പോലുമല്ല എന്ന് വിതുമ്പുന്നവർ, ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഞങ്ങൾ, എന്ത് പാപം ചെയ്തിട്ടാ ദൈവം ഞങ്ങളെ പരീക്ഷിച്ചതെന്ന് കണ്ടമിടറി കരയുന്ന വന്യവയോധികർ. ദുരന്തം അതിന്റെ സർവശക്തിയും പ്രകടിപ്പിച്ച് ഒരു നാടിനെ നാമാവശേഷമാക്കിയപ്പോഴും അവരെ ചേർത്തു പിടിക്കാൻ ദൈവതുല്യരായ ചില മനുഷ്യരൂപങ്ങൾ അവിടെ മാലാഖയെ പോലെ പറന്നിറങ്ങി. പേരറിയാത്തവർ, നാടറിയാത്തവർ, ദുഃഖഭാരം കാരണം മിണ്ടാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാത്ത വിധം തളർന്നു പോയവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പ്രകൃതി സംരക്ഷിച്ചു കാത്തു സൂക്ഷിച്ചിട്ടും എന്തിനിങ്ങനെ ചെയ്തതെന്ന് വിതുമ്പി വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ തളർന്നുപോയ ഉണ്ണിമാഷിനെ പോലെയുള്ള ചില നല്ല മനുഷ്യർ. ആ നാടും നാട്ടുകാരും ആരുമല്ലായിരുന്നെങ്കിൽ പോലും അവരുടെയെല്ലാം സ്വന്തമാണ് ഇന്ന് ഞങ്ങൾ. സ്വന്തം വീട്ടുകാരെ പോലെ പരിചരിക്കുന്നവർ, അന്നം ഊട്ടുന്നവർ, ആശ്വസിപ്പിക്കുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ, സന്നദ്ധ പ്രവർത്തകർ. ഇവിടെയും അതിജയിക്കുമെന്ന് ഒറ്റക്കെട്ടായി പറയാതെ പറയുന്ന നമ്മളെന്ന മലയാളികൾ.